കോവിഡുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും സുശാന്ത് ചേരുകയാണ്. സുശാന്ത്, കോഴിക്കോടും സ്ഥിതി സങ്കീർണമായി തുടരുകയാണ്. കോഴിക്കോട് ഇന്നലെ 100-ന് മുകളിൽ രോഗികളുടെ എണ്ണം കടന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഹൃദയ കഴിഞ്ഞ ദിവസവും കോഴിക്കോട് ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം 100 കടന്നു. 158 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 123 പേർക്കും സമ്പർക്കം വഴിയാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 6 പേരുടെ ഉറവിടം വ്യക്തമല്ല. വിദേശത്ത് നിന്ന് വന്ന 3 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന 26 പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിലെ 20 മറുനാടൻ തൊഴിലാളികൾക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളതെന്നാണ് ഗുരുതരമായ ഒരു കാര്യം. മറ്റൊരു കാര്യം, മാവൂർ മേഖലയിൽ 15-ഉം പെരുവയലിൽ 12-ഉം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കോർപ്പറേഷനിൽ സമ്പർക്കത്തിലൂടെ 54 പേർക്കും ഉറവിടം വ്യക്തമല്ലാത്ത 3 പേർക്കും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതുവരെ കോഴിക്കോട് ജില്ലയിൽ 1170 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. പുതുതായി ചില കണ്ടെയ്ൻമെന്റ് സോണുകൾ കൂടി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നൊച്ചാട് പഞ്ചായത്തിലെ വാല്യക്കോട് 2-ാം വാർഡ്, മുക്കം നഗരസഭയിലെ അഗസ്ത്യ മൊഴി, പഴയ ബസ് സ്റ്റാൻഡ് ഒഴികെ 14, പെറ്റശ്ശേരി ഒഴികെയുള്ള വാർഡുകൾ, ചാത്തമംഗലത്തെ ചൂരൂൽ ഉൾപ്പെട്ട അരീക്കുളങ്ങര വെളുത്തെടുത്ത് ഭാഗം, ഉള്ളിയേരിയിലെ 16-ാം വാർഡായ കണയങ്കോട്, കാവിലുംപാറയിലെ നാഗംപാറ, കക്കോടിയിലെ ചെറുകുളം മോരിക്കര, മാവൂരിലെ പാറമൽ, ഫറോക്ക് നഗരസഭയിലെ 34, നന്മണ്ടയിലെ കരിയാണിമല, പനങ്ങാട്ടെ വട്ടോളി, പെരുവയൽ പഞ്ചായത്തിലെ പെരുവയൽ നോർത്ത്, തിക്കോടിയിലെ പാലൂർ വെസ്റ്റ്, കോഴിക്കോട് കോർപ്പറേഷനിലെ കുണ്ടൂപ്പറമ്പ്, കരുവശ്ശേരി, പിയറ, പാളയം, മെഡിക്കൽ കോളേജും അനുബന്ധ സ്ഥാപനങ്ങളും ഒഴികെയുള്ള പ്രദേശങ്ങൾ, അതായത് 20-ാം വാർഡിന്റെ ഈ മെഡിക്കൽ കോളേജ് ഒഴികെയുള്ള ഭാഗങ്ങളിലും കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് മാറിയിട്ടുണ്ട്. ഒപ്പം അഴിയൂർ ഗ്രാമപഞ്ചായത്ത് ഭാഗികമായി കണ്ടെയ്ൻമെന്റ് സോണായി തുടരും. ഇതിലെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, എന്നാലും ഭാഗികമായി കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് തന്നെ തുടരും എന്നുള്ള ഒരു അറിയിപ്പുണ്ട്. അതേപോലെ കോഴിക്കോട് ജില്ലയിൽ ഏറെക്കുറെ കൂടുതൽ രോഗികൾ ഉണ്ടായിരുന്ന തൂണേരി മേഖലയെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെയും ഭാഗിക കണ്ടെയ്ൻമെന്റ് സോണായി തുടരും എന്നുള്ള ഒരു അറിയിപ്പും ലഭിച്ചിട്ടുണ്ട്. ഒപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 16 പേർ കൂടി രോഗികളുടെ കൂട്ടിരിപ്പുകാരായ 9 പേർ ഉൾപ്പെടെ 16 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു നഴ്സിനും രോഗം സ്ഥിരീകരിച്ചു. ജനറൽ മെഡിസിൻ വാർഡായ 1-ാം വാർഡ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇവിടെ അതീവ ഗുരുതരമായ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മേഖലയിൽ ആശുപത്രിയിലെ ഈ എല്ലാ വാർഡുകളിലുമുള്ള കൂട്ടിരിപ്പുകാർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കൂട്ടിരിപ്പുകാർ പുറത്ത് സാധനങ്ങൾ വാങ്ങാൻ, അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങാൻ, മരുന്ന് വാങ്ങാൻ, അല്ലെങ്കിൽ ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് പുറത്തേക്ക് പോകുമ്പോൾ മറ്റ് കൂട്ടിരിപ്പുകാരുമായി സമ്പർക്കത്തിൽ ആവുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടി രോഗം ബാധിക്കുന്നതാണ് ഇന്നത്തെ ഒരു അവസ്ഥ. അത് നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ ഉണ്ടാവണം എന്നാണ് ആരോഗ്യ വകുപ്പ് അധികൃതരും മെഡിക്കൽ കോളേജ് അധികൃതരും നൽകുന്ന സൂചന. ഇതുപ്രകാരം ഈ പുറത്തുനിന്ന് ഇവർ മരുന്ന് വാങ്ങാനോ അല്ലെങ്കിൽ ലാബ് സംബന്ധമായിട്ട് മറ്റെവിടെയെങ്കിലും പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവര് ഇതിന് മറ്റാരെങ്കിലും സഹായം, ഈ സന്നദ്ധ പ്രവർത്തകരുടെ ഒക്കെ സഹായം തേടാവുന്നതാണ്. ഇത്തരത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയാൽ മാത്രമേ മെഡിക്കൽ കോളേജ് മേഖലയിൽ കൂടുതൽ രോഗം ബാധിക്കാതിരിക്കാൻ പ്രയത്നിക്കാൻ പറ്റൂ എന്നുള്ളതാണ് നിലവിലുള്ള അവസ്ഥ. മറ്റൊരു കാര്യം, കോഴിക്കോട് കോർപ്പറേഷനിൽ കൂടുതൽ രോഗികൾ ഉണ്ടാകുന്നു എന്നുള്ളത് അതീവ സങ്കീർണമായ അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ വിവിധ വാർഡുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒട്ടേറെ രോഗികൾ ഉണ്ടായി. ഇന്നലെയും മറുനാടൻ തൊഴിലാളികൾക്ക് രോഗികൾ ഉണ്ടാവുന്നത് ഇത് വലിയ ഗൗരവപരമായാണ് കാണുന്നത്. ഇവർ ഒരു തരത്തിലും വലിയ സാമൂഹ്യ അകലമൊന്നും പാലിക്കാതെയാണ് ഈ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ പെരുമാറുന്നത് എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് വ്യാപകമായി രോഗം ബാധിക്കുന്നത്. ഇന്നലെ 20 പേർക്കാണ് രോഗം ബാധിച്ചത്. മുമ്പുള്ള ദിവസങ്ങളിലും ഇത്തരത്തിൽ രോഗികൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇവർ താമസ സ്ഥലത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്നുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇവരെ ബോധവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ആരോഗ്യവകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇതിനകം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വരും ദിവസങ്ങളിൽ ഇവരുടെ സാമ്പിൾ പരിശോധനയിൽ മാത്രമേ ഇവരിൽ എത്ര പേർക്ക് കൂടി രോഗം ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. ഹൃദയ സുശാന്ത്, അതുപോലെ തന്നെ കോഴിക്കോട് രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ പരിധികളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ അടക്കമുള്ള നിയന്ത്രണമുണ്ടോ? നിലവിൽ കോഴിക്കോട് ജില്ലയിൽ ഞായറാഴ്ച ലോക്ക്ഡൌൺ
നിലവിലുണ്ട്. അല്ലാതെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ മറ്റെവിടെയും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തരത്തിൽ വലിയ നിയന്ത്രണങ്ങളിലേക്ക് പോവേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്ന് പറയാം. കാരണം വളരെ തിരക്കേറിയ ചില പട്ടണങ്ങൾ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ രോഗം വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് വലിയങ്ങാടി ഉൾപ്പെടെയുള്ള കൂടുതൽ ആളുകൾ എത്തുന്ന വ്യാപാരികളും അല്ലെങ്കിൽ മറ്റ് ഉൾപ്രദേശങ്ങളിലുള്ള വ്യാപാരികളും ഉൾപ്പെടെ എത്തിച്ചേരുന്ന പ്രദേശങ്ങളാണ് വലിയങ്ങാടി ഉൾപ്പെടെയുള്ള മേഖലകൾ. ഇവിടങ്ങളിൽ കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചതോടുകൂടി സങ്കീർണമായ അവസ്ഥ നിലനിൽക്കുന്നു. അതുകൊണ്ട് കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പോലീസ് വലിയ രീതിയിൽ നിയന്ത്രണങ്ങൾ ഏറ്റെടുത്ത ഒരു അവസ്ഥ കോഴിക്കോട് ജില്ലയിൽ എല്ലായിടത്തുമുണ്ട്. വടകരയിൽ ഉൾപ്പെടെ വാഹനങ്ങളുടെ നിയന്ത്രണങ്ങളൊക്കെ പോലീസ് കാര്യമായി പരിഗണിക്കുന്നുണ്ട്. നഗരത്തിലേക്ക് വാഹനങ്ങൾ എല്ലാം കടന്നു വരുന്നതിന് ഒരു നിയന്ത്രണം ഒക്കെ ഇപ്പോൾ വെച്ചിട്ടുണ്ട് എന്നാണ് അല്പം മുമ്പ് ഡിവൈഎസ്പി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആളുകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിൽ മാത്രമേ ഇത്തരത്തിൽ രോഗവ്യാപന സാധ്യത കുറക്കാൻ കഴിയൂ എന്നുള്ളത് തന്നെയാണ് അധികൃതരുടെ ഭാഷ്യം. അത് പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ തന്നെയാണ് ജില്ലയിൽ ഒട്ടാകെ ഇനി മുതൽ നടപ്പിലാക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അല്ലാതെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ എന്ന മുമ്പ് പരീക്ഷിച്ച നിയന്ത്രണങ്ങൾ തുടരുവാനുള്ള സാഹചര്യം ഇനി കോഴിക്കോട് ജില്ലയിൽ ഇപ്പോഴില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൃദയ. അതുപോലെ സുശാന്ത് നേരത്തെ പറഞ്ഞു തൂണേരിയിലടക്കം ആശങ്ക അകലുകയാണ്, മറ്റു ക്ലസ്റ്ററുകളിലും ആശങ്കയാകുന്നു. അതുപോലെ തന്നെ വലിയങ്ങാടി ഭാഗത്തുള്ള ക്ലസ്റ്ററുകളിലെ അവസ്ഥ എന്താണ് ഇപ്പോൾ? അവിടെയൊക്കെ നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അവിടങ്ങളിലൊക്കെ രോഗികളുടെ എണ്ണം എല്ലാ ദിവസവും ഉണ്ടായി വരുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസം രോഗികൾ 100-ൽ താഴെയായിരുന്നെങ്കിൽ അതിനു മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ 100-ലേറെ രോഗികൾ ഉണ്ടായിരുന്നു. ഇന്നലെ 158 രോഗികൾ ഉണ്ടായത്. ഇതിൽ കൂടുതൽ പേരും കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ നിന്ന് തന്നെയാണ് രോഗികൾ ഉണ്ടായത്. അതേപോലെ നാദാപുരം മേഖലയിൽ രോഗികളുടെ എണ്ണം വളരെയേറെ കുറഞ്ഞിട്ടുണ്ട്. വടകര താലൂക്കിൽ ആദ്യഘട്ടത്തിൽ വടകര താലൂക്കിലായിരുന്നു കൂടുതൽ രോഗികൾ ഉണ്ടായിരുന്നത്. എന്നാൽ വടകരയിലെ പരിസര പ്രദേശങ്ങളിൽ, ഉദാഹരണത്തിന് നാദാപുരം, ചെക്കിയാട്, തൂണേരി എന്നിവിടങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ രോഗികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഇന്നലെ രോഗികളില്ല എന്ന് തന്നെ പറയാം. അത്തരത്തിൽ കൂടുതൽ ആശ്വാസം നൽകുന്ന വാർത്തകൾ ജില്ലയുടെ കിഴക്കൻ മേഖലകളിലൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തന്നെയും വളരെ പരിതാപകരമായ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും കോഴിക്കോട് കോർപ്പറേഷനിലും ഒപ്പം കൊയിലാണ്ടി താലൂക്കിലുമുള്ളത്. കൊയിലാണ്ടി താലൂക്കിലെ പല പ്രദേശങ്ങളിലും പേരാമ്പ്ര ഉൾപ്പെടെ മലയോര മേഖലകളിൽ കൂടി, സാധാരണഗതിയിൽ മലയോര മേഖലയിൽ രോഗവ്യാപനം വളരെ കുറവായിരുന്നു കോഴിക്കോട് ജില്ലയിൽ. ചക്കിട്ടപ്പാറ, കുരാച്ചുണ്ട്, പേരാമ്പ്ര തുടങ്ങിയ മേഖലകളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ രോഗികൾ ഉണ്ടായി. മേപ്പയൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗികൾ ഉണ്ടായി. ഒപ്പം കൊയിലാണ്ടി നഗരസഭയിലും ഏറെക്കുറെ വലിയ നിലയിൽ തന്നെ രോഗികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. താമരശ്ശേരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലും രോഗികളുടെ എണ്ണത്തിൽ കുറവില്ല. കുന്നമംഗലത്ത് രോഗികളുണ്ട്. ഇത്തരത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ രോഗികൾ ഉണ്ടാവുന്ന ഒരു വലിയ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ വ്യത്യസ്തമായി വടകര താലൂക്കിൽ രോഗികളുടെ എണ്ണത്തിൽ കുറവും വന്നിട്ടുണ്ട്. ഹൃദയ. സുശാന്താണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. കോഴിക്കോടും സ്ഥിതി രൂക്ഷമായി തുടരുകയാണ്. കൂടുതൽ പേർക്ക് രോഗം ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഉറവിടമറിയാത്ത കേസുകളിലും വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിയന്ത്രണവും ശക്തമായി തന്നെ തുടരുകയാണ്.